പാഠം 845. പിശുക്കിനുമില്ലേ ഒരു പരിധി? അമ്മേ, എനിക്ക് ഇന്നൊരല്പം നേരത്തെ പോണം. ആഫീസിൽ കുറച്ച് നേരത്തെ ചെല്ലേണ്ട ഒരു കാര്യമുണ്ട്. പോകാൻ ഇറങ്ങുന്നതിന് തൊട്ടു മുന്നേ പറഞ്ഞാ മതിയായിരുന്നല്ലോ മോനട്ടാ. ദേ, നേരത്തെ പോണ്ട വല്ല കാര്യമുണ്ടെങ്കിൽ തലേദിവസം തന്നെ പറയണമെന്ന് മോഹനട്ടോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോകേണ്ട ആവശ്യം ഇപ്പോഴുണ്ടായാണെങ്കിലോ? അത് ബന്ധല്ലേ പറയാൻ പറ്റുമോ? മോഹനേട്ടൻ ഇന്ന് നേരത്തെ പോകേണ്ട ആവശ്യം വന്നത് ഇപ്പോഴല്ല, അത് ഇന്നലെ തന്നെയാന്നുള്ള കാര്യം എനിക്കറിയാലോ. ഞാൻ ഇന്നലെ സ്വയംപ്രഭയെ കണ്ടിരുന്നു. സ്വയംപ്രഭ ഇന്നലെ ലീവ് എടുത്ത് അമ്മയും കൊണ്ട് ആശുപത്രി പോയിരിക്കല്ലായിരുന്നോ. ആശുപത്രിയിൽ നിന്ന് തിരികെ ഇറങ്ങുമ്പോഴാണ് ഞാൻ മത്തായി ചേട്ടനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് എത്തിയത്. അവിടെ വെച്ച് കണ്ട് വിശേഷം പറയുന്നതിനിടയിൽ ഇന്നത്തെ ഈ ലീവ് എങ്ങനെ ഒപ്പിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് സ്വയംപ്രഭ പറയുന്നത്, ഓ എന്തു പറയാനാ എന്റെ വക്കീലേ, ഇന്ന് രാവിലെ തന്നെ ചെല്ലാൻ സാറ് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ സ്വയംപ്രഭ ലീവ് എടുത്തത് അമ്മ ആശുപത്രി കൊണ്ടുവന്ന് തന്നെ ആയിരുന്നല്ലേ? എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, പറ്റിപ്പാണോ എന്ന്. മോഹനേട്ടന് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ പോലെ തുടങ്ങുന്ന കഷ്ടമാണ് കേട്ടോ. സ്വയംപ്രഭ സ്കൂൾ കുട്ടിയൊന്നുമല്ലല്ലോ, അവളൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ. സർക്കാർ അവക്ക് അനുവദിച്ചിരിക്കുന്ന ലീവ് എടുക്കുന്നതിൽ മോഹനേട്ടൻ എന്തിനെങ്ങനെ തടസ്സം പറയുന്നേ? അവരൊക്കെ ലീവ് എടുക്കുന്നതല്ല എന്റെ പ്രശ്നം. ആഫീസ് ജോലികളിൽ മുടക്കം വന്നാൽ അത് കഷ്ടമാണ് അല്ലേ? എന്തുമാത്രം ആളുകളാണ് ഓരോ ദിവസവും ഓരോരോ കാര്യത്തിനായി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്നത്. ഉദ്യോഗസ്ഥർ ലീവാണ് എന്ന് പറഞ്ഞ് അവരെ മടക്കിയിരിക്കുന്നത് ശരിയാണോ? അതെന്തേലും ആട്ടെ. അതെ, ഇന്നലെ സ്വയംപ്രഭ ഒരു സാരി കൊടുത്തിട്ടാ വന്നത്. എന്തൊരു രസമുള്ള സാരിയാന്നറിയോ, ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയതാന്ന്. അതുപോലെ ഒരു സാരി എനിക്ക് അവിടെ വാങ്ങി തരുമോ? നിനക്കിപ്പോ ആവശ്യത്തിൽ കൂടുതൽ സാരികളുണ്ടല്ലോ. ആര് പറഞ്ഞു? മോഹനേട്ടൻ എനിക്കൊരു സാരി വാങ്ങി തന്നിട്ട് നാളെ എത്രയായി? മോഹനേട്ടൻ ആഫീസിലെ പെണ്ണുങ്ങളൊക്കെ നല്ല അടിപൊളിയായ സാരി കൊടുത്ത് സുന്ദരനായിട്ട് നടക്കുമ്പോ ഞാൻ മാത്രം പഴയ സാരി കൊടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നാണക്കട മോഹനേട്ടൻ തന്നെയാ. എനിക്കറിയാം, മോഹനേട്ടൻ സഹിക്കും. ആ നാണക്കേട് മാറ്റണമെങ്കിൽ കാശ് മുടക്കണമല്ലോ. കാശ് മുടക്കിയുള്ള ഒരു പരിപാടിക്കും മോഹനേട്ടൻ ഇടപെടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. മോഹനേട്ടൻ എന്നോടൊരു ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലും ഗായത്രി ടെക്സ്റ്റൈൽസിൽ നിന്ന് അതുപോലെ ഒരു സാരി എനിക്കും വാങ്ങിത്തരും. ഭാര്യയുടെ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തരുന്ന ഭർത്താക്കന്മാരോടാണ് ഭാര്യമാർക്ക് സ്നേഹം ഉണ്ടാവുക. സാരി വാങ്ങത്തുന്നുള്ള സ്നേഹപ്രകടനത്തിൽ എനിക്ക് താല്പര്യമില്ല. അതൊന്ന് പോയി എടുക്കാമോ? അത്രയെങ്കിലും എനിക്കൊന്ന് ചെയ്തതാ. ഹലോ, അതെ ഉണ്ട്, കൊടുക്കാം. ഹാമേ, ആരാ വന്നിട്ട? ചോദിച്ചില്ല. ഹലോ, ആ ജോസഫ് സാർ ആയിരുന്നോ? എന്താ സാർ വിശേഷം? അതെയോ, എന്താ പുള്ളിക്കാരന്റെ പേര്? ജോയി. ആ എനിക്ക് മനസ്സിലായി. അല്ല സാർ, പ്രശ്നം എന്താണെന്ന് വെച്ചാ മോഹനേട്ടൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ കാണിച്ചുകാരനാ. അതെ, എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം സാർ. ശരി. അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഞങ്ങളുടെ കോടതിയിലെ ഏറ്റവും തിരക്കുള്ള വക്കീല. ഹൈക്കോടതിയിലുണ്ട് അദ്ദേഹത്തിന്റെ കേസ്. എല്ലാവർക്കും സാറിനോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാ. ജോസഫ് സാറ് ഇപ്പൊ വിളിച്ചത്, ജോസഫ് വക്കീലിന്റെ അനിയൻ ജോയി ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. ഈ വില്ലേജിൽ ആദ്യമായി പുള്ളിക്കാരൻ ഒരു കച്ചവടം നടത്തി. സബ് രജിസ്ട്രാറെ സ്വാധീനിച്ച് ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് പോക്കുവരവ് ചെയ്യിക്കാനായി കെ മോഹനേഷ് സ്ഥാനത്ത് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു നടക്കില്ല. മോഹനേട്ടാ, ജോസഫ് സാർ ഒരു കാര്യം പറയുമ്പോ മോഹനേട്ടൻ ഇങ്ങനെ പറയുന്നല്ലോ, എനിക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കും മോഹനേട്ടാ. ഒരു വഴിയുമില്ല, ഞാൻ സഹായിക്കുകയുമില്ല. നിന്റെ ഈ ജോസഫ് സാറിന്റെ അനിയൻ കേറിക്കിടക്കാൻ ഒരു വീടില്ലാത്തത് കൊണ്ട് 2 സെന്റ് ഭൂമി വാങ്ങി വീട് വെക്കാൻ നോക്കിയ ആളല്ല. ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി വാങ്ങി മറിച്ച് വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരാൾ. അയാൾ അങ്ങനെ പണമുണ്ടാക്കുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കുമ്പോൾ സർക്കാരിലേക്ക് അടക്കേണ്ട 1000-ഉം 10,000-ഉം വെട്ടിക്കാൻ നോക്കുന്നത് ശരിയാണോ?
സർക്കാരിനെ പറ്റിച്ച് ഒരു കാര്യം നേടിയെടുക്കാമെന്ന് മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുമ്പോൾ വിചാരിക്കണ്ട എന്ന് നിന്റെ ജോസഫ് വക്കീലിനോട് പറഞ്ഞേക്ക്. ഈ കാര്യത്തിൽ ഒരു തീർപ്പിനും കെ മോഹനകൃഷ്ണൻ സാർ തയ്യാറല്ല. പക്ഷെ മോഹനേട്ടാ അത് കഴിക്കാനെടുത്ത് വെക്ക്. എനിക്ക് നേരത്തെ പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ശ്ശോ. ജോസഫ് സാറിന്റെ അടുത്ത് ഞാൻ എന്ത് പറയും? നമസ്കാരം. നമസ്കാരം. ആരാണ്? വക്കീലിന്റെ വീടല്ലേ? അതെ. വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. മഹാലക്ഷ്മി ബാങ്കിലെ രാജഗോപാലൻ സാർ പറഞ്ഞു വിട്ടതാ. എന്താ കാര്യം? ബാങ്കിന്റെ കേസ് വാദിച്ച വകയില് വക്കീലിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. രാജഗോപാലൻ സാർ സ്ഥലത്തില്ലാത്തത് കാരണമാണ് അത് വൈകിയത്. ഇന്ന് സാറ് വന്നാലുടനെ വക്കീൽ ഓഫീസിൽ കൊണ്ടുവന്ന് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വക്കീലിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നേരിട്ട് ഒന്ന് പറയാന്ന് കരുതി. 11 മണിയാകുമ്പോ വക്കീൽ ഓഫീസിൽ കാണില്ലേ? കാണും. എത്ര രൂപ? 25,000 ആണെന്നാ പറഞ്ഞത്. എത്ര? 25,000 രൂപ. 2 കേസിന്റെയാ. ഞാൻ ബാമയോട് പറഞ്ഞോളാം. പോയിക്കോളൂ. എന്റെ പേര് രാജേഷ് എന്നാ. വന്നത് ഞാനാണെന്ന് വക്കീലിനോട് പറയണം. ശരി, പോയിക്കോളൂ. 25,000 രൂപ. ഞാൻ ജോയിയുടെ ആധാരം പോക്കോരോ ചെയ്തെടുക്കില്ല എന്ന് പറഞ്ഞതിൽ നിനക്ക് എന്നോട് ചെറിയ ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് മനഃപൂർവ്വം ചെയ്യാത്തല്ലോ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. എനിക്കാണെങ്കിൽ നിയമം വിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് മോഹനേട്ടൻ നീ പറിച്ചു കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഒരേ ഒരു വില്ലേജ് ഓഫീസർ മോഹനേട്ടൻ മാത്രമാണെന്ന് തോന്നുന്നു. മോഹനേട്ടാ വേണോന്ന് വെച്ചാൽ മോഹനേട്ടനെ സഹായിക്കാൻ പറ്റും. പക്ഷെ മോഹനേട്ടൻ അങ്ങനെ വിചാരിക്കൂല. കാരണം എന്താ? മോഹനേട്ടൻ എങ്ങനെ ജോയിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ജോസഫ് സാറിന്റെ മുന്നിൽ ഞാൻ ആളായി പോവല്ലോ. അത് മോഹനേട്ടൻ ഇഷ്ടാവുന്നില്ല. അത് തന്നെയുള്ളൂ കാര്യം. അങ്ങനെയല്ല ഭാമേ. സത്യം പറഞ്ഞാ ഞാൻ നിന്നെ ഒരാളെ ഓർത്ത് മാത്രമാണ് ആ പോക്കുവര ചെയ്യാത്തത്. അയ്യോ, എന്നെ ഓർത്തോ? അതെനിക്ക് മനസ്സിലായില്ല. അതായത് ഞാനിപ്പോൾ ജോയിയുടെ പോക്കുവരവ് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കുക. അത് നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. അങ്ങനെ നിയമപ്രകാരം ചെയ്യരുതാത്ത ഒരു കാര്യം ഞാൻ ചെയ്ത കാര്യം എന്റെ മേലധികാരികളോ മറ്റാരെങ്കിലും ഒക്കെ അറിഞ്ഞാലോ അത് പ്രശ്നമാകും. എനിക്കെതിരെ അന്വേഷണം വരും. ഒരുപക്ഷെ എന്റെ ജോലി തന്നെ നഷ്ടമാകാൻ അത് മാത്രം മതി. അങ്ങനെ എന്റെ ജോലി പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും ഭാമേ? ജോലിയും വരുമാനവും ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്ന നീ ആലോചിച്ച് നോക്കൂ ഭാമേ. അത് മാത്രമല്ല, ഭർത്താവിനെ അഴിമതി കാണിച്ചതിന് പിടിച്ചു എന്ന് പറഞ്ഞ് പുറത്തറിഞ്ഞാൽ നിനക്കത് എന്ത് നാണക്കേടാവും? നീ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഒരഴിമതിയും കാണിക്കാതെ ഞാൻ സത്യസന്ധനായി ജീവിക്കുന്നത് നീ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഭാമേ. നീ ഒരാൾക്ക് വേണ്ടി മാത്രമാണ്. അത് നീ മനസ്സിലാക്കണം. മോഹനേട്ടാ, ഇത്തരത്തിലുള്ള തീരെ നിലവാരമില്ലാത്ത അടവുകള് എന്റെ അടുത്ത് ഇറക്കരുത്. ഇനിയിപ്പോ ഇത്രയും ചെയ്തതിന്റെ പേരിൽ മോഹനേട്ടന്റെ ജോലി അങ്ങ് പോയും തന്നെ ഇരിക്കട്ടെ. മോഹനേട്ടൻ പട്ടിണി കിടക്കാതെ ഞാൻ നോക്കിക്കോളാം. നല്ല അന്തസ്സും വരുമാനമുള്ള ഒരു ജോലി എനിക്കുമുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്റെ വരുമാനം എന്തിന്? മോഹനേട്ടന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ കിടക്കുകയല്ലേ. ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും കാശ് ചെലവാക്കാതെ പിശുക്കി 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 സമ്പാദിച്ച കാശും അതിന്റെ പലിശ എല്ലാം കൂടെ കൂടി അയ്യോ എന്തുമാത്രം ഉണ്ടാവും. നമുക്ക് രണ്ടുപേർക്കും ഈ ജന്മം മുഴുവൻ സുഖമായിട്ട് കഴിയാൻ ആ കാശ് മതി. അതേറ്റില്ല. ഇനിയിപ്പോ എന്താ ഒരു വഴി? നേരിട്ട് പൈസ വെച്ച് അവിടുത്തെ എല്ലാം ഉറപ്പാ. അല്ല വേണ്ട, പൈസയും കടിച്ചോട്ടെ. ബാമേ, നീ പറഞ്ഞില്ലേ ബാങ്കിൽ ഒരുപാട് പൈസ ഉണ്ട്, അതിന്റെ പലിശ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന്. ആ പൈസ എങ്ങനെയാണ് നമുക്കുണ്ടായതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കിട്ടുന്ന പൈസയൊന്നും കളയാതെ സൂക്ഷിച്ചു വെച്ച് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടതുകൊണ്ട്. ശരിയല്ലേ? അങ്ങനെ പറഞ്ഞ പോരാ മോഹനേട്ടാ. മോഹനേട്ടന് കിട്ടുന്ന പൈസ ആവശ്യത്തിന് പോലും ചെലവാക്കാതെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എന്ന് പറ. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ
ഇപ്പൊ ഒരുപാട് പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നാണല്ലോ നീ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട് എന്ന ധൈര്യം നമുക്കുണ്ട്. അതൊരു ചെറിയ കാര്യമാണോ? ഇതൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് പറയേണ്ട കാര്യം എന്താ? അല്ല, എന്നെ പോലെ നീയും പൈസ വളരെ കുറച്ച് ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ പൈസ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിനക്ക് കിട്ടുന്ന പൈസ ഒക്കെ നമുക്ക് സഹകരണ ബാങ്കിൽ തന്നെ കൊണ്ടിടാം. എനിക്കിപ്പോ അങ്ങനെ പൈസ ഒന്നും കിട്ടാനില്ല മോനോട്ടാ. അല്ല, ചിലപ്പോ കാണും. നേരത്തെ ഉള്ള ഏതെങ്കിലും 2 കേസിന്റെ പൈസയൊക്കെ കിട്ടാൻ കാണുമല്ലോ. ആ പൈസ കിട്ടുന്ന പാടെ എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് കൊണ്ടുപോയി ഭദ്രമായി ബാങ്കിൽ ഇട്ടേക്കാം. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ മോനട്ടാ. ജോസഫ് സാർ എന്നോടൊരു സഹായം ചോദിച്ചിട്ട് എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ നിയമം വിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. 1 രൂപ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അങ്ങനെ 1 രൂപ പോലും അന്യായമായി വാങ്ങാതെയാണ് ഇത്രയും രൂപ ബാങ്കിലിട്ടെന്നറിയാലോ. നിനക്ക് കിട്ടുന്ന പൈസ മുഴുവൻ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചോളാം. ഞാൻ ജോസഫ് സാറിന്റെ കാര്യം പറയുമ്പോൾ മോഹനേട്ടൻ എന്താണ് ഈ ബാങ്കിൽ കൊണ്ടേ പൈസ എടുത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? ജോസഫ് സാറിന്റെ അനിയൻ ജോയി ഈ വില്ലേജിൽ ആദ്യമായിട്ട് കുറച്ച് ഭൂമി വാങ്ങി. അത് മോഹനേട്ടൻ കാരണം കുളമായിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാവുമെന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെങ്ങനെ നാണക്കേടാവും? അതങ്ങനെ നാണക്കേടായി കരുതരുത്. ഈ നാട്ടിൽ എനിക്കുള്ള പേരെന്താണ് എന്ന് നിനക്കറിയാലോ. സത്യസന്ധൻ, മാന്യൻ എന്നൊക്കെയാണല്ലോ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ലേ ഭാമയെ നാണക്കേടുണ്ടാകുന്നത്. ശരി ചെയ്യുന്നത് എങ്ങനെ നാണക്കേടാവും? സഹകരണ ബാങ്കിലെ അരവിന്ദാക്ഷ സാറ് കഴിഞ്ഞ ദിവസം എന്നോട് പറയാ, കെ മോഹനകൃഷ്ണനെ പോലെ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറുള്ള നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നത് എന്ന്. ഈ പ്രദേശത്ത് എന്റെ അത്രയും പൈസ സഹകരണ ബാങ്കിലുള്ള വേറെ ഒരാളും ഇല്ലെന്നുള്ള കാര്യം നീ ഓർക്കണം. നീ നിനക്ക് കിട്ടുന്ന പൈസ കൂടി എന്റെ കയ്യിൽ തന്നാൽ ഞാൻ... മോഹനേട്ടൻ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൈസ 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 ഈ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. മനുഷ്യനെ പൈസയെക്കാട്ടിലും ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മോഹനേട്ടൻ എന്തുദ്ദേശിച്ചായാലും എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇനി പൈസ കിട്ടുകയാണെങ്കിൽ തന്നെ അത് മോഹനേട്ടന് തരാനും ബാങ്കിൽ കൊണ്ടിടാനും ഞാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. രക്ഷയില്ല. 1500 മിക്കവാറും ഒരാഴ്ചയിലുള്ള ധൂർത്തടിക്കും. ഇതാര്? ഹലോ, ഉത്തമനാണ്. മാധവ് സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. 10 മണി കഴിയട്ടെ എന്ന് വിചാരിച്ചു. അതെ 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 സാറേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സാർ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. എന്റെ സാറേ, സാറിന്റെ അല്ലേ ഭാര്യ. സാറ് പറഞ്ഞാ കേൾക്കാതിരിക്കൂ. അന്നാ ഇത് സാറിന് ഗുണമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അങ്ങനെ തീർത്തു പറഞ്ഞോ? സാറേ, സ്വന്തം ഭാര്യയെ കൊണ്ട് ഒരു കാര്യം സമ്മതിപ്പിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ ആരാണ് വിശ്വസിക്കുക? സാറേ, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ആ രീതിയിൽ പറഞ്ഞ ഏത് ഭർത്താവ് പറയുന്ന ഏത് കാര്യവും ഭാര്യ അനുസരിക്കും. കഷ്ടം. എന്തായാലും സാറേ, ഒരു കാര്യം ചെയ്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിക്കാം. ശരി. ഓരോ കാര്യം. അയ്യോ അയ്യോ സാറേ, നമസ്കാരം. നമസ്കാരം. പിന്നെ സപ്ലൈ ഓഫീസിലെ മഹാദേവ സാർ വിളിച്ചത്. സാറിന്റെ ഒരു ചങ്ങാതി ജോസൂട്ടിക്ക് സഹകരണ ബാങ്കിലെ ചിട്ടി വീണു. 2 ജാമ്യക്കാരുണ്ടെങ്കിലല്ലേ കാശ് കിട്ടൂ. മഹാദേവ സാറിന് വേറെ എന്തൊക്കെയോ ലോണും ഉള്ളത് കൊണ്ട് ജാമ്യം നിൽക്കാൻ പറ്റൂല. പക്ഷേ സാറിന്റെ ഭാര്യ നളിനി ചേച്ചിക്ക് ജാമ്യം നിൽക്കാം. ജോസൂട്ടിക്ക് പൈസക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ജാമ്യം നിൽക്കുന്ന ആളിന് 2500 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാണ്, മഹാദേവ സാറ് സംഗതി വീട്ടിൽ പറഞ്ഞപ്പോ നളിനി ചേച്ചി സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇത്രയും വലിയ തുകയ്ക്ക് ആരാണ് ജാമ്യം നിൽക്കുന്നത്?
ജാമ്യോടെ കേട്ടെ. ഉത്തമൻ ഫോണിൽ വേറെന്തൊക്കെയോ പറഞ്ഞു കേട്ടല്ലോ. ഒരു പ്രത്യേക രീതിയിൽ നീങ്ങിയാൽ ഭർത്താവ് പറയുന്നതൊക്കെ ഭാര്യ കേൾക്കും എന്നൊക്കെ. കല്യാണം പോലും കഴിക്കാത്ത ഉത്തമൻ ഏത് രീതിയെ പറ്റിയാണ് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ ഒരുപാട് പേരെ കാണുന്നതാണല്ലോ സാറേ. ഭാര്യമാരെ സോപ്പിടാ ഓരോ ഭർത്താക്കന്മാര് എന്തൊക്കെ അഭ്യാസങ്ങളാണെന്നറിയോ കാണിക്കുന്നേ. എന്തഭ്യാസം? ഓ, സാറേ അതൊക്കെ ഓരോരുത്തരുടെ രീതിയല്ലേ. ഭാര്യമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു ഭർത്താവ് ചെയ്തു കൊടുത്തു എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ ആ ഭാര്യ അതനുസരിക്കൂലേ? അതല്ല തുമ, എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാമയ്ക്ക് ഇന്ന് വൈകിട്ട് കുറച്ച് പൈസ കിട്ടും. ഞാൻ ചോദിച്ചാൽ അവൾ തരില്ല എന്നുള്ള ഉറപ്പാണ്. ആ പൈസ ഇന്ന് കിട്ടുന്ന കാര്യം പോലും അവൾ എന്നോട് പറയാത്ത സ്ഥിതിക്ക് ആ പൈസ കൊണ്ട് അവൾക്ക് വേറെന്തൊക്കെയോ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലായില്ലേ? അതെങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാനുള്ള വഴി എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് പൈസ കിട്ടുമ്പോ സാറിന്റെ കൈ തരണമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ അവൾ വീഴില്ല. സാറേ അങ്ങനെ വെറുതെ പറയാനല്ല ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് വക്കീലിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സമ്മാനം സാർ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കണം. അതോടെ വക്കീൽ ഹാപ്പി ആവും. അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് പൈസയുടെ കാര്യം പറയുമ്പോ വക്കീലല്ല കളക്ടർ ആയിരുന്നാലും കേൾക്കും. അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിച്ചാ ഉത്തമൻ ഒരു സമ്മാനം പറഞ്ഞേ. സാറേ സാറിന്റെ ഭാര്യയ്ക്ക് സാറ് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാറിന്റെ ഭാര്യയുടെ ഇഷ്ടം എന്താണെന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാം? ഒരു മിഠായി വാങ്ങി കൊടുത്താലോ? അയ്യാ സാറേ, വക്കീല് നഴ്സറി പഠിക്കുന്ന കൊച്ചല്ല. സാറിന്റെ ഭാര്യയാണ്, വക്കീലാണ്. ഭാര്യയ്ക്ക് ഭർത്താവ് മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താണ് കാര്യം? പിന്നെന്ത് വാങ്ങും? സാറേ സാറേ എത്ര രൂപ വക്കീലിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം അറിയാമോ? 20,000 രൂപ. അമ്പോ, ഇത്രയും പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. ഒരു 1000 രൂപയെങ്കിലും മുടക്കണം. 1000 രൂപ? അത് കൂടുതലാ. ഓ സാറേ, ഇത് 25,000 രൂപയുടെ കാര്യമാണ്. ഇത്രയും പിശക് കാണിച്ചു കഴിഞ്ഞാൽ സാറിന് എന്നെ നഷ്ടം. 1000 രൂപ മുടക്കിയെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വിടാൻ പോകണല്ലേ സാറേ. ശരി, 1000 രൂപയ്ക്ക് എന്ത് സാധനം വാങ്ങും? വക്കീലിന് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന സമ്മാനം വാങ്ങണം. അതെ, ഇന്നലെ സ്വയംപ്രഭ ഒരു സാരി കൊടുത്തിട്ടാ വന്നത്. എന്തൊരു രസമുള്ള സാരിയാന്നറിയോ? ടൗണിലെ ഗായത്രി ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയതാന്ന്. അതുപോലെ ഒരു സാരി എനിക്ക് അവിടെ വാങ്ങി തരുമോ? ഉത്തമ, ഒരു സാരി വാങ്ങാം. ഗായത്രി ടെക്സ്റ്റൈൽസ് ഒരു സാരി വാങ്ങുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞായിരുന്നു. കേട്ട പാടെ ഞാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയല്ലേ പറയൂ. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്നെ നല്ലത്. സാരി കൈ കിട്ടുമ്പോ വക്കീലിന് സ്വർഗം കിട്ടിയ സന്തോഷത്തിലായിരിക്കും. ആ നേരം പൈസയുടെ കാര്യം സാറങ്ങ് പറഞ്ഞേക്കണം. വക്കീൽ ഒരു എതിർപ്പ് ഉണ്ടാക്കാതെ കിട്ടിയ പൈസ സാറിന്റെ കയ്യിൽ അങ്ങ് തരുകയും ചെയ്യും. എങ്ങനെയുണ്ട് ബുദ്ധി? ഈ ബുദ്ധി പറഞ്ഞു തന്നതിന് നന്ദി. പക്ഷേ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രതിഭാരം ചോദിച്ച് ഉത്തമം വന്നുകളയരുത്. ഞാൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം എനിക്ക് എത്രയോ കൊല്ലങ്ങളായിട്ട് അറിയാം. പ്രത്യുപകാരം ചോദിക്കാൻ പറ്റിയ മുതല് സ്വന്തം പെണ്ണും പിള്ളെ സോപ്പിട്ട് ഒരു കാര്യം സാധിക്കാൻ അറിഞ്ഞുകൂടാത്ത ഇങ്ങേരാണ് നാട്ടുകാരെ മൊത്തം ഉപദേശിക്കാൻ നടക്കുന്നത്. പ്രഭ എന്ന് വാങ്ങിയ സാരി കണ്ടപ്പോ മുതൽ ഞാൻ ആലോചിക്കായിരുന്നു എനിക്ക് അതുപോലത്തെ ഒരെണ്ണം വാങ്ങണമെന്ന്. പക്ഷെ പ്രഹ്ലാദായിട്ട് സമ്മതിക്കില്ല. ഗതികെട്ടപ്പോഴേ ഞാൻ വേറൊരു വഴി കണ്ടുപിടിച്ചു. എന്തു വഴി? മോഷ്ടിക്കുക. ഇന്നലെ രാത്രി പ്രഹ്ലാദേട്ടന്റെ പോക്കറ്റിൽ നിന്ന് രൂപ 1500 ഞാൻ അടിച്ചു മാറ്റി. അയ്യോ, പൈസ പോയ കാര്യം പ്രഹ്ലാദ് സാർ അറിയില്ലേ? അറിഞ്ഞാലെന്താ, ഞാനല്ലേ എടുത്തെന്ന് പറയും. പക്ഷേ സാരി വാങ്ങുമ്പോ പ്രഹ്ലാദ് സാറിന് മനസ്സിലാവുമല്ലോ. സാരി ഒളിച്ചു വെക്കാൻ പറ്റൂ? അതിനൊക്കെ വഴിയുണ്ട് പ്രഭേ. 1 മാസം സാരി പ്രഹ്ലാദേട്ടൻ കാണാതെ ഒളിച്ചു വെക്കും. അപ്പോഴേക്കും ഈ 1500 രൂപയുടെ കാര്യം കക്ഷി മറക്കും. അപ്പൊ ഞാൻ സാരി പുറത്തെടുക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം. കാഞ്ചനെ, സ്വന്തം ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിച്ച് സാരി വാങ്ങുന്നത് മര്യാദയല്ല. ഭർത്താവിനോട് ഇങ്ങനെ ചെയ്ത് നിങ്ങളൊക്കെ മറ്റുള്ളവരോട് എന്ത് ചെയ്യില്ല? അല്ല സാർ,
പ്രഭയുടെ സാരി ഞാൻ കണ്ടതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ വക്കീലിനെ കണ്ടിരുന്നു ആശുപത്രിയിൽ വെച്ച്. വക്കീല് പറഞ്ഞു നല്ല സാരിയാണെന്ന്. ആ കാഞ്ചന ആ പുറമ്പോക്കിന്റെ ഫയലിംഗ് എടുത്തോണ്ടൊരു ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. ആ വേഗാവട്ടെ. സ്വയംപ്രഭ വാങ്ങിയതുപോലൊരു സാരി എനിക്ക് വാങ്ങിത്തരണം. ഇന്ന് ഭാമയ്ക്ക് കൊടുക്കാനാ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് വേഗം പോയി വാങ്ങിക്കൊണ്ടുവന്നാൽ മതി. അയ്യോ സാർ, ഞാൻ വാങ്ങുന്ന സാരി വക്കീലിന് ഇഷ്ടപ്പെടുവോ? ഇന്നലെ സ്വയംപ്രഭയെ കണ്ടപ്പോ സാരി ഇഷ്ടപ്പെട്ടതാണെന്ന് ഭാമ പറഞ്ഞാണല്ലോ. അതുപോലെ തന്നെ ഒരു സാരി അങ്ങ് വാങ്ങിയാൽ മതി. കളറ് വക്കീലിന് ഇഷ്ടപ്പെട്ട കളർ ഏതാ? അവൾക്ക് എല്ലാ കളറും ഇഷ്ടം. ഏത് വേണമെങ്കിലും വാങ്ങിച്ചോളൂ. അതിന് എത്ര രൂപ പറഞ്ഞത്? 1200 രൂപ. 1250. ബാക്കി പൈസ ഓട്ടോ പിടിച്ച് ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോയി സാരി വാങ്ങി വേഗം വരാനാണ്. മനസ്സിലായല്ലോ? ആ പിന്നൊരു കാര്യം, സാരി വാങ്ങുന്ന കാര്യം ഞാനും സ്വയംപ്രഭയോ അല്ലാതെ വേറെ ഒരാളും അറിയരുത്. ഭാമയോ കാഞ്ചനയോ ശിശുപാലനോ ആരും. മനസ്സിലായല്ലോ? ഓട്ടോ പിടിച്ച് വേഗം പോണം. അതിനാണ് 50 രൂപ തന്നത്. ഫയല് ഏത് ഫയല്? പുറമ്പോക്കിന്റെ ഫയല് സാർ ചോദിച്ചില്ലായിരുന്നോ? ഞാൻ ചോദിച്ചതാ. ആ ഈ ഫയല് അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഇനി അവിടെ തിരിച്ചോണ്ട് വെച്ചോ. തിരിച്ചോണ്ട് വെച്ചോ. വേഗം. ഇങ്ങയുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്തോ ഉണ്ട് കാഞ്ഞന സാറേ. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളാ സംഭവിക്കുന്നത്. അതെന്താ? അതൊക്കെ ഉണ്ട്, വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഭാമേ, നേരത്തെ ആണല്ലോ. ആ ചായപ്പൊടി വന്നിട്ടിടാം. മോഹനേട്ടൻ ഇന്ന് നേരത്തെ ആണല്ലോ. ഞാൻ ചായ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് വേഗത്തിൽ നടന്നു, അതുകൊണ്ട് നേരത്തെ എത്തി. അതെന്താ പതിവില്ലാത്ത വേഗത്തിലൊരു നടപ്പ്? മനസ്സിന് സന്തോഷം തോന്നുമ്പോൾ ആരായാലും വേഗത്തിൽ നടക്കുമല്ലോ. എനിക്കിന്ന് വലിയ സന്തോഷം, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ നടന്നു. മോഹനേട്ടന്റെ സന്തോഷത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് പുതിയ കേസ് കിട്ടിയ കാര്യം മോഹനേട്ടൻ അറിഞ്ഞു കാണുമല്ലേ? മഹാലക്ഷ്മി ബാങ്കിലെ രാജഗോപാല സാറ് ഇന്ന് വക്കീലാഫീസ് വന്നിരുന്നു. പുതിയ കേസുമായിട്ടാ സാർ വന്നത്. കേട്ടിട്ട് തരക്കേടില്ലാത്ത കേസാ. ഞാൻ മുൻപിൻ നോക്കാം അതങ്ങ് ഏറ്റു. പക്ഷെ എന്റെ സന്തോഷത്തിന്റെ കാര്യം അതല്ല. ആ മോഹനേട്ടന്റെ സന്തോഷത്തിന്റെ കാര്യം അതല്ല എന്നുള്ള കാര്യമേ എനിക്കറിയാം. അല്ലെങ്കിലും എനിക്കൊരു പുതിയ കേസ് കിട്ടുമ്പോ മോഹനേട്ടന് സന്തോഷം ഉണ്ടാവാനാ. എന്റെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞാൽ നീ അന്തം വിട്ടു പോകും. എനിക്കറിയാം മോഹനേട്ട ആ കാര്യം എന്താന്ന്. രാജഗോപാൽ സാർ പുതിയ കേസിന്റെ കാര്യം പറയാൻ വന്നപ്പോ നേരത്തെയുള്ള കേസിൽ തരാനുണ്ടായിരുന്ന 25,000 രൂപ എന്റെ കയ്യിൽ തന്നു. പൈസ കൈ കിട്ടിയ പാടെ എനിക്ക് തോന്നിയത് അതിന്ന് ഒരു 10,000 രൂപ അടിച്ചു പൊളിച്ചതും ചെലവാക്കാനാ. ബാക്കിയുള്ള 15,000 കൊണ്ട് ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങാന്ന് കരുതി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് കരുതിയത്, മോഹനയുടെ രാവിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നോ, പൈസ സമ്പാദിക്കേണ്ട ആവശ്യവും ബാങ്കിലിടുന്ന കാര്യമൊക്കെ. മോഹനേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ നേരെ ബാങ്കിൽ പോയി മോഹനേട്ടന്റെ അക്കൗണ്ടിൽ ആ പൈസ കിട്ടും. ഞാൻ 25,000 രൂപ ബാങ്കിലിട്ട കാര്യം അരവിന്ദ് സാർ മോഹനേട്ടനെ വിളിച്ച് പറഞ്ഞു അല്ലേ? അതല്ലേ മോഹനേട്ടന്റെ സന്തോഷത്തിന്റെ കാര്യം? അയ്യോ ചായ എടുത്തില്ല, ഞാനിപ്പോ വരാമേ. ഈശ്വര, 1200 രൂപ മുടക്കി വെറുതെ ആയി. അപ്പൊ ഇതിന്റെ ആവശ്യം എന്താ? നീ വെറുതെ ഇത് കൊടുക്കണ്ട. വക്കീലേ, വക്കീലേ, അതുവഴി പോകാം. നമസ്കാരമുണ്ട് വക്കീലേ. വക്കീല് ശിവൻകുട്ടിയെ ഫോണിൽ വിളിച്ച് നല്ലത് കൊടുത്തല്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ശിവൻകുട്ടി ഇങ്ങോട്ട് വിളിച്ചതാണ്. ഒരാഴ്ചയായി ബാങ്കിലെ പേപ്പറുടെ കാര്യമില്ല ഞാൻ പറയുന്നു. ഇതുവരെയായിട്ട് അത് കൊണ്ടു തന്നിട്ടില്ല. കോടതി കൊടുക്കുന്ന കടലാസ് എല്ലാം കൊണ്ടു തരാതെ ഞാൻ എങ്ങനെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുത്തുമാ? ഓ ഇനിയിപ്പം വക്കീൽ അതിനെപ്പറ്റി പറഞ്ഞ് ദേഷ്യപ്പെടണ്ട. എല്ലാ കടലാസുകളും ഇതിനകത്തുണ്ട്. വക്കീൽ ഫോണിൽ ചീത്ത വിളിച്ചപ്പോ ശിവൻകുട്ടി ഓടിപ്പിടിച്ച് ബാങ്കിൽ നിന്ന് എല്ലാം കൂടെ പോയി വാങ്ങിച്ചോണ്ട് വന്നതാ. ഇപ്പോഴെങ്കിലും ഇത് കിട്ടിയത് നന്നായി. മറ്റന്നാൾ അവധിക്ക് വെച്ചിരിക്കുക കേസ്.
സാറ് വന്നില്ലേ വക്കീലെ? മോഹനയുടെ വേഷം മാറാൻ തോന്നുന്നു. ഉത്തമച്ചല്ലേ, ആ. മോഹനയുടെ ചായ എടുത്തു കൊടുക്കട്ടെ. ഷർട്ട് മുണ്ട് മാറി വരുമ്പോ ചായ കിട്ടിയില്ലെങ്കിലേ ആളുടെ സ്വഭാവം മാറും. ഓ ശരി ശരി ശരി. ആ. അയ്യോ സാർ ഇവിടെ നിൽക്കായിരുന്നു. എനിക്കുണ്ടല്ലേ കണ്ടത്. അല്ല വക്കീല് പറഞ്ഞ സാറ് ഷർട്ടും കൊണ്ട് മാറുകയാണെന്ന്. ശിവൻകുട്ടിയുടെ കേസിന്റെ കടലാസൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. എനിക്കൊരു അബദ്ധം പറ്റി. വെറുതെ രൂപ 1200 കൊണ്ട് കളഞ്ഞു. എന്താണ് സാറേ പറ്റിയേ? ഉത്തമനല്ലേ രാവിലെ പറഞ്ഞത്, ഭാര്യയുടെ അടുത്ത് ഒരു കാര്യം സാധിക്കണമെങ്കിൽ എന്തെങ്കിലും സമ്മാനമൊക്കെ വാങ്ങി കൊടുക്കണമെന്ന്. ഉത്തമന്റെ വാക്ക് കേട്ട് ഞാൻ 1200 രൂപ മുടക്കി ഒരു സാരി വാങ്ങി. ഈ സാരി വക്കീലിന് കൊടുക്ക് സാറേ. അപ്പൊ പൈസയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ആവുമല്ലോ. അതല്ലേ അബദ്ധം പറ്റിന്ന് പറഞ്ഞത്. ഞാൻ സാരി വാങ്ങിക്കൊണ്ട് വരുന്നതിന് മുൻപേ അവൾ പൈസ എന്റെ അക്കൗണ്ടിൽ ബാങ്കിലിട്ടു. ഉത്തമൻ ഒരാളുടെ വാക്ക് കേട്ടതിന്റെ പേരിൽ എനിക്ക് പോയത് രൂപ 1200 ആണ്. ഇനിയിപ്പോ കൊടുക്കേണ്ട കാര്യം എന്താ? അല്ല സാറേ, ഇതിപ്പോ എന്തായാലും വാങ്ങിയല്ലോ, ഇതങ്ങ് സന്തോഷമായിട്ട് വക്കീലിന് കൊടുത്തേര്. മാമയ്ക്കിപ്പോ ഇത്രയും വില കൂടി സാരിയുടെ ആവശ്യം എന്താണ് ഉത്തമ? ആവശ്യം എന്താ? ഇത് തിരികെ ഗായത്രി ടെക്സ്റ്റൈൽസ് കൊണ്ട് കൊടുക്കണം. ഞാൻ തന്നിട്ടെന്ന് പറഞ്ഞാൽ മതി. അയ്യയ്യയ്യേ, അത് ഭയങ്കര മോശമാണ് സാറേ. ഭാര്യയ്ക്ക് വേണ്ടി സാരി വാങ്ങിച്ചോണ്ട് വന്നതിന് ശേഷം അത് തിരിച്ചു കൊടുക്കാന്ന് വെച്ചാൽ കടക്കാരൻ എന്തോന്ന് വിചാരിക്കും. ഭാമയ്ക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഉത്തമൻ ഇത് നേരെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഇതിന്റെ പൈസ ഞാൻ നാളെ വാങ്ങിച്ചോളാം. അല്ല അത് കൊണ്ടു കൊടുക്കാന്ന് കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇറങ്ങിപ്പോ. ഞാൻ ഇതിപ്പോ ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലണ എങ്ങനെ? മോഹനേട്ടൻ എന്ന് ആഫീസിൽ നിന്ന് വേറെ എവിടെയും പോയിരുന്നു? ആഫീസിന്നോ? ഇല്ല. കള്ളം പറയല്ലേ മോഹനേട്ടാ. മോഹനേട്ടൻ എന്ന് പുറത്തെവിടെയോ പോയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ പോയില്ല. ഇവിടെ നേരെ ആഫീസിൽ പോയി, അവിടെ നേരെ ഇങ്ങോട്ട് വന്നു. ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോയില്ലേ? എന്താണ് ഗായത്രി ടെക്സ്റ്റൈൽസോ? എന്തേ ഗായത്രി ടെക്സ്റ്റൈൽസ് എന്ന് കേട്ടിട്ടേ ഇല്ല മോഹനേട്ടൻ? കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോകേണ്ട കാര്യം ഇതാണ്. ഞാൻ പോയിട്ടില്ല. അപ്പൊ ഇതെന്താ മോഹനേട്ടാ? ഇതെന്താ മനസ്സിലാവുന്നില്ലേ? ഇല്ല. ഗായത്രി ടെക്സ്റ്റൈൽസിൽ നിന്നും 1200 രൂപയ്ക്ക് ഒരു സാരി വാങ്ങിയതിന്റെ ബില്ല് മോഹനേട്ടന്റെ ഈ ബാഗിന് കിട്ടിയതാ. എന്റെ ബാഗിന്നോ? അതെ, പിന്നില്ലാതെ എവിടെ തൊട്ടന്നെ. ഇത് ഇന്നത്തെ ദിവസം സാരി വാങ്ങിയതിന്റെ ബില്ലാണ്. സത്യം പറ മോഹനേട്ടാ, മോഹനേട്ടൻ ആർക്കാ സാരി വാങ്ങി കൊടുത്തത്? അത് തന്നെയാണല്ലോ എനിക്കും അറിയേണ്ടത്. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സാരി വാങ്ങുന്ന കാര്യം ഞാൻ മോഹനേട്ടനോട് പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്നോട് പറഞ്ഞു എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സാരി ഉണ്ട്, അതുകൊണ്ട് പുതിയ സാരി വാങ്ങേണ്ട കാര്യമില്ലെന്ന്. എന്നിട്ട് മോഹനേട്ടൻ ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോയിട്ട് സാരി വാങ്ങുന്നു. അതാർക്ക് വേണ്ടിയാ വാങ്ങിയെന്ന് എനിക്ക് അറിയണം മോഹനേട്ടാ. മോഹനേട്ടാ വെറുതെ ഉരുട്ടി കളിച്ചിട്ട് കാര്യമില്ലട്ടോ. ഇനി മോഹനേട്ടൻ ഇന്ന് ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോയിട്ട് സാരി വാങ്ങി, അതാർക്കോ മോഹനേട്ടൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അതിന് ഇതിന് പലരും തെളിവ് വേണോ? പോയിട്ടില്ല. പിന്നെ ഇത് എവിടെ വന്നു മോഹനേട്ടാ? ആ ശരി, സ്വയംവരോട് വെച്ച കാര്യം അറിയാലോ. മോഹനേട്ടൻ ആഫീസിൽ ഉണ്ടായിരുന്നോ ഇല്ലയോന്ന്? കളി എന്നോടാണ്. അയ്യോ, നീ ആരെ വിളിക്കാൻ പോന്നെ? സ്വയംപ്രഭയ്ക്ക്. അത് പറ്റില്ല. എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്വയംപ്രഭ വിളിക്കാൻ ആര് നിനക്കതാണ്? ഓ, അപ്പൊ അതായിരുന്നല്ലേ കാര്യം. സ്വയംപ്രഭയ്ക്ക് കൊടുക്കാനായിരുന്നു മോഹനേട്ടൻ ആ സാരി വാങ്ങിയതല്ലേ? എന്താ ചെയ്യുന്നു? എനിക്കിപ്പൊ കാര്യമില്ല, മനസ്സിലായി മോഹനേട്ടാ. ഇന്നലെ സ്വയംപ്രഭ ആശുപത്രി വന്നപ്പോ കൊടുത്ത സാരിയും മോഹനേട്ട വാങ്ങിച്ചു കൊടുത്തായിരിക്കും. എത്ര നാളായി തുടങ്ങിട്ട്? ചെയ്തല്ലോ, അതൊരു തെളിവാണല്ലോ ഇത്. ഞാൻ സ്വയംപ്രഭ വിളിച്ചു നോക്കട്ടെ. ഞാൻ സാരി വാങ്ങുന്നുള്ള സത്യ, അത് സ്വയംപ്രഭയൊന്നുമല്ല, എനക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്ക് വേണ്ടിയോ? എന്നിട്ടാ സാരി ഇവിടെ? സത്യം പറ മോഹനേട്ടാ, എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാണെങ്കിൽ ആ സാരി മോഹനേട്ടനെ കാണും. എന്നിട്ട് അതവിടെ അങ്ങനെ ചോദിച്ചാ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരി, സ്വയംപ്രഭയോട് തന്നെ ചോദിക്കാം. ഉത്തമന്റെ കൈ കൊടുത്തു. ഉത്തമന്റെ കയ്യില?
നിനക്കൊന്ന് 25,000 കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് നീ എന്റെ കയ്യിൽ തരാനായിട്ട് സ്വയംപ്രഭ പറഞ്ഞിട്ട് നിനക്ക് തരാനായിട്ട് വാങ്ങിയ സാരി അത്. പക്ഷെ സാരിയായിട്ട് വന്നപ്പോഴേക്കും നീ പൈസ എല്ലാം അക്കൗണ്ടിലിട്ടു. പിന്നെ വെറുതെ 1200 കളയാൻ എന്തിനാന്ന് വിചാരിച്ചു. ഇപ്പൊ ഉത്തമ പോയപ്പോ സാരി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു വിട്ടു. സംശയമുണ്ടെങ്കിൽ ഉത്തനോട് ചോദിച്ചത്. എനിക്ക് സംശയമൊന്നുമില്ല. രാവിലെ രാജേഷ് ഇവിടെ വന്ന കാര്യം മോഹനേട്ടൻ എന്നോട് പറയാതിരുന്നപ്പോ തന്നെ എനിക്കറിയാമായിരുന്നു മോഹനേട്ടൻ ആ 25,000 രൂപയിൽ നോട്ട് വിട്ടിട്ടുണ്ടെന്ന്. ഉച്ചയായപ്പോ ഗായത്രി ടെക്സ്റ്റൈൽസിൽ നിന്നും സ്വയംപ്രഭയുടെ ഒരു കോള്. അതെ വക്കീലെ, ഏത് കളർ സാരിയാ വാങ്ങേണ്ടത് എന്നൊരു ചോദ്യവും. അപ്പൊ എനിക്ക് ഉറപ്പായി എന്നെ സോപ്പിടാനാണ് പരിപാടിയെന്ന്. ഞാൻ എന്തായാലും പൈസ ബാങ്ക് കൊണ്ടിട്ടിട്ടുണ്ട്. എന്നാലും ആ ചായ എടുത്തോണ്ട് വരുന്ന നേരം കൊണ്ട് മോഹനേട്ടൻ ആ സാരി ഉത്തമനെ കൊടുത്തുവിടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു കടന്നു കൈയായിപ്പോയി മോഹനേട്ടാ. അല്ല, ഈ 1200 രൂപ എന്ന് പറയുമ്പോ ഒരു വലിയ തുകയല്ലേ പാമേ? അത് വെറുതെ എന്തിനാ? സാരി പോയെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ തീരുമാനിച്ചതാ മോഹനേട്ടൻ അങ്ങനെ വിടാൻ പറ്റില്ലെന്ന്. അതിനുവേണ്ടി വെറുതെ വരട്ടേതാ ഞാൻ. ഇനി എന്താ പരിപാടി? എന്ത്? ഉത്തമ, കെ മോഹനേട്ടൻ സാറാ, ആ സാരി തിരിച്ചു കൊടുക്കണ്ട. അതിങ്ങോട്ട് വാ ഇപ്പൊ തന്നെ. എങ്ങനുണ്ട്? എന്നാലും ഇത് എന്തൊരു പീശിക്കാ എന്റെ മോഹനേട്ടാ. ഇവനെ ഈ 1200 പറയുമ്പോഴേ ആരാണ് മോഹനേട്ടാ? അതായത് ഇത്രയും വലിപ്പമുള്ള ആന. പിശുക്കിനുമില്ലേ ഒരു പരിധി എന്ന വക്കീലിന്റെ സംശയത്തിൽ കഴമ്പുണ്ടെന്ന് പ്രേക്ഷകർക്കെല്ലാം തോന്നുന്നുണ്ടാവും. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ചെലവാക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന കൊണ്ട് പാവം വില്ലേജ് ഓഫീസർ ചെയ്തു പോയതാണ് എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.